കേരളത്തിൽ മതവസ്ത്രങ്ങൾ ധരിക്കാനായി അതിഭീകരമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ, അതായത് ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ബുർഖയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളിലും കേരളത്തിൽ വലിയ രീതിയിലുള്ള ചർച്ച നടക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ രാജ്യങ്ങൾ ഇവ നിരോധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ ഇറ്റലിയെ സംബന്ധിച്ച വാർത്ത പുറത്തു വന്നു, ഡെൻമാർക്കിനെ സംബന്ധിച്ച വാർത്ത പുറത്തു വന്നിരുന്നു. ഇറ്റലിയിൽ ഹിജാബ് ധരിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിഖാബ് ധരിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഇന്ത്യൻ മണി 2.5 ലക്ഷം രൂപയടക്കം പിഴയൊടുക്കണമെന്ന് മെലോണി പ്രഖ്യാപിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇറാനിലടക്കം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഹിജാബെല്ലാം വലിച്ചെറിഞ്ഞ് കത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അവിടെയുള്ള സ്ത്രീകൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇവിടെയുള്ള സാംസ്കാരിക പ്രവർത്തകർ ആ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തെങ്കിൽ കേരളത്തിലേക്ക് ഈ വിഷയം എത്തുമ്പോൾ ഹിജാബ് സ്ത്രീകളെ ധരിപ്പിക്കണമെന്നുള്ള രീതിയിലാണ് സാംസ്കാരിക പ്രവർത്തകർ കാര്യങ്ങളെ മുന്നോട്ട് നോക്കിക്കാണുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ പോർച്ചുഗലിൽ ബുർഖ നിരോധിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ബുർഖ നിരോധന ബില്ല് അതിൻ്റെ പാർലമെൻറ്റ് അംഗീകരിച്ചു കഴിഞ്ഞു. പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ അത് നിയമമാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ നിഖാബ് ധരിക്കുന്നതിന് 200 യൂറോ മുതൽ 4000 യൂറോ വരെ പിഴ ഈടാക്കാൻ ഈ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. ഇന്ത്യൻ കറൻസിയിൽ ആ പിഴ 4,10,000 രൂപയിൽ കൂടുതലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പാർലമെന്റ് പാസാക്കിയ ബില്ലിന് പ്രസിഡന്റ് മാർസലോ റെലിയാഡോ സൂസയുടെ അംഗീകാരം ആവശ്യമാണ്. അദ്ദേഹം ഇത് വീറ്റോ ചെയ്താൽ ബിൽ ഭരണഘടനാ കോടതിയിലേക്ക് അയക്കും. എന്തായാലും അത് വീറ്റോ ചെയ്യാനുള്ള സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. എന്നിരുന്നാലും മറ്റ് രാജ്യങ്ങളുടെ വിമാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, കാരണം ആ വിമാനങ്ങൾ ആ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്, നയതന്ത്ര പരിസരങ്ങളിൽ മതപരമായ സ്ഥലങ്ങളിൽ ബുർഖ ധരിക്കുന്നത് ഈ ബിൽ നിരോധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്നിരുന്നാലും ഇപ്പോൾ സെക്യൂരിറ്റിയുടെ റീസൺസിനെ കൊണ്ടാണ് ഇപ്പോൾ പോർച്ചുഗലിൻ്റെ നിരത്തുകളിൽ ഇത് ധരിച്ച് പുറത്തിറങ്ങരുത് എന്ന് സർക്കാർ പറയുന്നത്. എന്നിരുന്നാലും പാർലമെന്റിന്റെ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പാർട്ടി ബില്ലിനെ എതിർക്കുകയാണ്. പെഡ്രോ സെൽഡോയുടെയും അൽവാരസിന്റെയും നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ എംപിമാർ അതിനെ വോട്ട് ചെയ്താണ് എതിർത്തത്. ഇറ്റലിയിലെ മെലോണി സർക്കാർ ബുർഖ ധരിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, വ്യാജ വിവാഹങ്ങൾക്കും കന്യകാത്വ പരിശോധനകൾക്കും ശേഷം സ്ത്രീകളെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് ബില്ലിനെ പിന്തുണയ്ക്കുമ്പോൾ സർക്കാർ പറഞ്ഞ കാര്യവും ഇവിടെ പോർച്ചുഗലിലും ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.